കണ്ണൂർ നഗരത്തിൽ വീണ്ടും തെരുവുനായയുടെ ആക്രമണം ഉണ്ടായിരിക്കുന്നു. 4 പേരെ കൂടി തെരുവുനായ ആക്രമിച്ചു. ഇന്നലെയും ഇന്നുമായി ഏതാണ്ട് 60 പേരെയാണ് തെരുവുനായ ആക്രമിച്ചത്. ഇന്ന് മാത്രം 15 പേർക്ക് തെരുവുനായയുടെ കടിയേറ്റു. മിഥുൻ പിള്ള ചേരുന്ന വിവരങ്ങളുമായി. മിഥുൻ, തെരുവുനായയുടെ കടിയേറ്റ് ഒരുമിച്ച് ഒട്ടനേകം ആളുകൾ ആശുപത്രികളിലേക്ക് ഓടിയെത്തുന്ന കാഴ്ച ഇന്നലെയും കണ്ടു, ഇന്നും കണ്ടു. എന്താണ് സംഭവിച്ചത്? ഈ തെരുവുനായ പിന്നീട് ചത്ത നിലയിൽ കണ്ടെത്തിയെന്ന വാർത്ത കൂടി ഉണ്ടായിരുന്നല്ലോ. വീണ, ഗുരുതരമായൊരു സാഹചര്യത്തിൽ കൂടിയാണ് കണ്ണൂർ നഗരം ഇപ്പോൾ കടന്നു പോകുന്നത് എന്ന് എടുത്തു പറയാം. കാരണം കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ ഏതാണ്ട് 60ഓളം പേർക്കാണ് തെരുവുനായയുടെ ഒരു അക്രമത്തിൽ പരിക്കേറ്റത്. നിരവധി പേർ ഈ കടിയേറ്റ് ജില്ലാ ആശുപത്രിയിൽ ചികിത്സ നേടുന്നൊരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഈ പോകുന്ന വഴിയിലുള്ള ആളുകളെയൊക്കെ തന്നെ തെരുവുനായ ആക്രമിച്ച് കടന്നു കളയുന്നൊരു സാഹചര്യമായിരുന്നു. ഇന്നലെ കടിച്ചൊരു നായയെ ചത്ത നിലയിൽ കണ്ടെത്തിയെന്ന് അധികൃതർ പറയുന്നുണ്ടെങ്കിൽ പോലും ഈ നായ പിന്നീട് ഇന്ന് രാവിലെ വീണ്ടും ആളുകൾക്ക് കടിയേറ്റതായിട്ടുള്ള വിവരം പുറത്തു വരികയും ചെയ്യുന്നൊരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഈ ഭാഗത്ത് നിരവധി പേർക്ക് കടിയേറ്റിട്ടുണ്ട്. അതായത് രാവിലെ മാത്രം ഏതാണ്ട് 11 പേർക്ക്, അല്പസമയം മുമ്പ് വീണ്ടും ഒരു 4 പേർക്ക് കൂടി കടിയേറ്റതായുള്ള വിവരം പുറത്തു വരുന്നുണ്ട്. ഏതാണ്ട് 15 പേർക്ക് ഇന്ന് രാവിലെ മാത്രം കടിയേറ്റതായി പറയുന്നുണ്ട്. അമ്മ, എന്താ പറ്റിയത്? എവിടുന്ന നായ കടിച്ചത്? സ്നേഹാലി അറിയാം അതിൻ്റെ നേരെ താഴെയാണ്. അമ്മേൻ്റെ അപ്പൻ വീട്ടിൽ. എവിടെ നിന്നൊന്നും അറിയില്ല. ഞാൻ അങ്ങനെ വീട്ടിൽ പോകുമ്പോൾ ഞാൻ വിചാരിച്ചത് മുള്ളാമറ്റായിരിക്കും എൻ്റെ ബാക്കിൽ കുടുങ്ങി നിന്ന. നോക്കുമ്പോൾ നായി അത് രണ്ടാമത് എന്നെ കൊള്ള വരുമ്പോൾ ഞാനത് എടുത്ത് നായിൻ്റെ ഈ ഭാഗ്യം ഇങ്ങനെ പിടിച്ച് അടിയും പിടിച്ചു. ഭാഗ്യത്തിന് ഇടിയേ പറ്റിയിട്ടുള്ളൂ. ഇതും ഇങ്ങനത്തെ ഇതും ഇത് ഈടിയാന്ന് പിന്നെ ആദ്യം പറ്റിയത്. ഇല്ല, ഞാൻ ആരെയും കണ്ടിട്ടില്ല. ഞാൻ ഒറ്റക്ക വരുത്തി. ഞാനിവിടെ എനിക്ക് പിന്നെ ശ്വാസം മുട്ടലാന്ന്. ഇവിടെ നിന്നാണ് ഞാൻ പിന്നെ ഗുളിക എപ്പോഴും ഓരോരോ മാസം കഴിയുമ്പോൾ ഇവിടെ വന്നിട്ട് ഗുളികയുമായി പോകണം. ഇവിടെ വന്നിട്ട് ഗുളിക ഇതിലുണ്ട്, വാങ്ങിയിട്ട് പോകുന്ന പോക്കാം. നേരത്തെ ഞാനത് വിചാരിച്ചു എന്നവർക്ക് അമ്മേൻ്റെ വീട്ടിൽ പോയി ചെങ്ങനെ വീട്ടിൽ പിടിച്ച് കടിച്ചു. പിന്നെ അതായത് ഇവിടെ ആശുപത്രിയിൽ പോയി മടങ്ങിയ ആളുകളൊക്കെ തന്നെയാണ് തെരുവുനായ ആക്രമിക്കുന്നൊരു സാഹചര്യം ഉണ്ടായത്. തീർത്തും ഒരു ആശങ്കാജനകമായൊരു സാഹചര്യമുണ്ട്. കാരണം ഇന്നലെയും ഇന്നുമായി ഏതാണ്ട് 60ഓളം പേർക്ക് തെരുവുനായയുടെ ആക്രമത്തിൽ പരിക്കേൽക്കുക. ഇന്നലെ കടിച്ച നായയെ ചത്ത നിലയിൽ കണ്ടെത്തിയെന്ന് പറയുമ്പോൾ തന്നെയാണ് ഇന്ന് രാവിലെ വീണ്ടും ആളുകൾക്ക് കടിയേൽക്കുന്നൊരു സാഹചര്യം ഉണ്ടായത്. ഏതായാലും ഇതിനെ ഈ പ്രതിരോധ മാർഗ്ഗങ്ങൾ ഊർജിതമാക്കുന്നൊരു കാര്യമാണ് കണ്ണൂർ കോർപ്പറേഷൻ ഇപ്പോൾ പറയുന്നത്. ഈ തെരുവുനായ്ക്കളെ പിടികൂടുന്ന സംഘം നഗരത്തിൽ പലയിടത്തും ഇപ്പോൾ വലയിട്ടും മറ്റിതിനെ പിടിച്ച് കൊണ്ടുപോകുന്നൊരു സാഹചര്യമുണ്ട്. പ്രതിരോധ മാർഗങ്ങൾ ശക്തമാക്കുമെന്ന് തന്നെയാണ് പറഞ്ഞത്. അമ്മ, എങ്ങനെ இங்கிருந்து போயிட பின்னால வந்து எடுக்கூட பிடிக்கும் அடைக்கே தெரியல. அப்படியே நோத்தா போயுது செல்லோட. அப்புறம் ஆட்டோவில் வந்து அழிச்சிட்டு அதே வந்தேன். ஒன்றுமே பண்ணலையே. பின்னாலே வந்து எடுக்கணும் பிடி வந்ததே தெரியல. 2 பல்லு போட்டுக்கிட்டு நீங்கள் தனியாக தான் இருந்ததா? தனியாக தான் யார் ഇണത്തിൽ ഈ റോഡിൽ കൂടെ നടന്നു പോയിക്കൊണ്ടിരുന്ന ആളുകളൊക്കെയാണ് ഈ പിന്നാലെ വന്ന് കടിക്കുന്നൊരു സാഹചര്യം ഉണ്ടായത്. ഈ പ്രതിരോധ മാർഗങ്ങൾ ഊർജിതമാക്കിയെന്ന് പറയുമ്പോൾ പോലും ഈ തെരുവുനായയുടെ കടിയേൽക്കുന്ന സംഭവങ്ങൾ വർദ്ധിച്ചു വരുന്നതൊരു ആശങ്കാജനകമായൊരു സാഹചര്യമാണ് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. എന്നാലും ഈ 24 മണിക്കൂറിനുള്ളിൽ ഏതാണ്ട് 60ഓളം പേർക്കാണ് ഈ കണ്ണൂർ നഗരത്തിൽ മാത്രം തെരുവുനായയുടെ ആക്രമത്തിൽ പരിക്കേറ്റിരിക്കുന്നത്. വീണ, ശരി മിഥുൻ, കാണാം ആശുപത്രി പരിസരത്ത് തന്നെ ഉണ്ട് അലഞ്ഞിരിഞ്ഞ് നടക്കുന്ന തെരുനായകളേറെ. ഓക്കെ.